നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലാവസ്ഥ വ്യത്യാസങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നുമൊക്കെ നമ്മെ സംരക്ഷിച്ച് ഈ ലോകത്തിലേക്ക് എത്തിച്ചത് ആരാണെന്നറിയാമല്ലോ. ഈ ഭൂമിയെ നശിപ്പിക്കാതെ നമുക്ക് ദാനമായി നൽകി ലോകത്തോട് വിട പറഞ്ഞ നമ്മുടെ പൂർവികർ തന്നെയാണ്. ആ പൂർവികർക്ക് അഥവാ പിതൃക്കന്മാർക്ക് വലിയ സ്ഥാനമാണ് ആചാര്യന്മാർ നൽകിയിരിക്കുന്നത്. വാസ്തുശാസ്ത്രത്തിലും പിതൃക്കന്മാർക്ക് പ്രത്യേക സ്ഥാനം വരെയുണ്ട്. അതിന് കാരണം അവരോടുള്ള ആദരവ് കൊണ്ട് മാത്രമല്ല, ഈശ്വരന്റെ അടുത്തു നിൽക്കുന്നവർ അവരാണ്. അതുകൊണ്ട് പിതൃക്കന്മാരെ ആദരിക്കുകയും അവർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അവർ നമുക്കായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കാര്യം വേഗം സാധിച്ചു കിട്ടുകയും ചെയ്യും എന്നാണ് വിശ്വാസം. ഭാരതീയ സനാതന സങ്കല്പമനുസരിച്ച് പിതൃക്കൾ എന്നത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുൻഗാമികളെയാണ് സൂചിപ്പിക്കുന്നത്. കേവലം മരിച്ചുപോയവർ എന്നതിലുപരി പരലോകത്ത് പ്രത്യേക സ്ഥാനമലങ്കരിക്കുന്നവരും തങ്ങളുടെ വംശപരമ്പരയെ അനുഗ്രഹിക്കാൻ ശേഷിയുള്ളവരുമായാണ് ഇവരെ കണക്കാക്കുന്നത്. നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശിമാർ തുടങ്ങിയ പിന്നോട്ടുള്ള എല്ലാ തലമുറകളും പിതൃക്കളിൽ പെടുന്നു. പുരാണങ്ങൾ അനുസരിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള പിതൃലോകം എന്ന പ്രത്യേക ഇടത്തിൽ വസിക്കുന്നു. ഇവിടെ നിന്നാണത്രേ അവർ ഭൂമിയിലുള്ള തങ്ങളുടെ സന്തതി പരമ്പരകളെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. പിതൃക്കൾക്ക് നൽകുന്ന ആദരവാണ് പിതൃപൂജ, ബലിതർപ്പണം എന്നിവ. കറുത്ത വാവ്, കർക്കിടക വാവ് തുടങ്ങിയ ദിവസങ്ങളിൽ നടത്തുന്ന തർപ്പണങ്ങളിലൂടെ അവർക്ക് തൃപ്തി ലഭിക്കുമെന്നും പകരം അവർ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിന് അടിത്തറ പാകിയ നമ്മുടെ പൂർവികരാണെന്നാണ് നാം വിശ്വസിക്കുന്നത്. അവരോടുള്ള കടപ്പാട് തീർക്കുന്നതിനെയാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. ജ്യോതിഷപരമായും വിശ്വാസപരമായും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ് പിതൃകോപം. മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്ക് തൃപ്തികരമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതോ അവരുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴോ ഉണ്ടാകുന്ന അപ്രീതിയെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി ചെയ്യേണ്ട പിതൃതർപ്പണം, ശ്രാദ്ധം തുടങ്ങിയ വാർഷിക കർമ്മങ്ങൾ യഥാസമയം ചെയ്യാതിരിക്കുക, കുടുംബത്തിലെ കുലദേവതയെയും തറവാട് ആചാരങ്ങളെയും അവഗണിക്കുക, പിതൃക്കൾക്ക് മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കുകയോ കുടുംബസ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ശരിയായ രീതിയിൽ പരിപാലിക്കാതിരിക്കുക, അതുപോലെ അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുക പിതൃകോപത്തിന് കാരണമായി മാറുന്നു. ഇനി പിതൃദോഷ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. കുട്ടികൾ ഉണ്ടാകാൻ പ്രയാസം നേരിടുകയോ അല്ലെങ്കിൽ മക്കളുമായി നിരന്തരം കലഹങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുക, കുടുംബത്തിലെ യുവാക്കളുടെ വിവാഹം കാരണമായി വൈകുക, എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായി ഉയർച്ചയില്ലാത്ത അവസ്ഥ, കുടുംബാംഗങ്ങളെ വിട്ടുമാറാത്ത രീതിയിൽ രോഗങ്ങൾ അലട്ടുക, ഭവനത്തിലെപ്പോഴും കലഹങ്ങളും മനസമാധാനക്കുറവും ഉണ്ടാവുക, ഇവയൊക്കെയാണ് പ്രത്യക്ഷമായി കാണുന്ന പിതൃദോഷ ലക്ഷണങ്ങൾ. പിതൃദോഷത്തിന് കാരണങ്ങളായ കാര്യങ്ങളിൽ അവസാനം പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി പറയാം. അതായത്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ശരിയായ രീതിയിൽ പരിപാലിക്കാതിരിക്കുക, അവർക്ക് മനപ്രയാസമുണ്ടാക്കുക, ഇവയും പിതൃദോഷത്തിന് കാരണമാകുന്നു. പിതൃദോഷത്തിനേക്കാളും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മമാരോട് എന്താണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തരുന്നത്. അത് ഏത് രീതിയിലായാലും പ്രായമായവരെ എങ്ങനെ ബഹുമാനിക്കണം, അവരെ എങ്ങനെ സ്നേഹിക്കണം, ഇതിനായി ആദ്യം വേണ്ടത് അവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ്. അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോൾ
അവരിൽ നിന്ന് നമുക്ക് സ്നേഹവും കരുതലും ലഭിക്കും. എന്നാൽ കൂടുതൽ പേരും അവരുടെ സ്വഭാവം മാറ്റുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചാൽ കൂടുതലും അനിഷ്ടങ്ങൾ നേടുവാനേ കഴിയൂ. അവരുടെ ഈ സ്വഭാവം അവരുടെ ഇത്രയും കാലത്തെ ജീവിത ശൈലിയിൽ നിന്നും കിട്ടിയതാണ്. ആ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിക്കരുത്, അത് വിഡ്ഢിത്തമായിരിക്കും. അവരുടെ സ്വഭാവം അറിഞ്ഞ് അവരോടൊപ്പം ക്ഷമിച്ച് കൂടെ പോകുക. അപ്പൂപ്പന്മാരുടെ സ്വഭാവം അനുസരിച്ച് പലവിധമുണ്ട്. അത് ഏതൊക്കെയെന്ന് പറയാം. ഒന്നാമത്തേത് കഥാപ്രേമിയായ അപ്പൂപ്പൻ. ഇവർ എപ്പോഴും കഥകളും അനുഭവങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് കഠിന ശാസകനായ അപ്പൂപ്പൻ. ഇവർ അച്ചടക്കത്തെ കർശനമായി പാലിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഒന്നാമത്തേത് കഥാപ്രിയനായ അപ്പൂപ്പൻ. ഇവർ എപ്പോഴും കഥകളും അനുഭവങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് കഠിന ശാസകനായ അപ്പൂപ്പൻ. ഇവർ അച്ചടക്കത്തെ കർശനമായി പാലിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. മൂന്നാമത്തേത് സ്നേഹമുള്ള അപ്പൂപ്പൻ. ഇവർ കൊച്ചുമക്കളെ വളരെയധികം ലാളിക്കുന്നവരായിരിക്കും. നാലാമത്തേത് തമാശക്കാരനായ അപ്പൂപ്പൻ. ഇവർ എപ്പോഴും തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിക്കും. അഞ്ചാമത്തേത് ആത്മീയ അപ്പൂപ്പൻ. അതെ, ഇവർ കൂടുതലും ക്ഷേത്രം, പ്രാർത്ഥന, പുരാണങ്ങളിൽ എന്നിവയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ആറാമത്തെ അപ്പൂപ്പനാണ് കൃഷിപ്രേമി അപ്പൂപ്പൻ. പറമ്പും കൃഷിയും മൃഗങ്ങളും ആയിരിക്കും ഇവരുടെ ലോകം. ഏഴാമത്തെ അപ്പൂപ്പനാണ് മൗന സ്വഭാവിയായ അപ്പൂപ്പൻ. ഇവർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, പക്ഷേ ഉള്ളിൽ സ്നേഹം കൂടുതലായിരിക്കും. അടുത്തതാണ് മോഡേൺ അപ്പൂപ്പൻ. യൂട്യൂബ്, വാട്സപ്പ് എന്നിവയെല്ലാം ഉപയോഗിക്കുന്ന ആധുനിക അപ്പൂപ്പന്മാരായിരിക്കും ഇവർ. ഒൻപതാമത്തേതാണ് ഉപദേശകനായ അപ്പൂപ്പൻ. ജീവിത പാഠങ്ങളും ഉപദേശങ്ങളും സ്ഥിരമായി നൽകി ബോറടിപ്പിക്കുന്ന അപ്പൂപ്പന്മാരായിരിക്കും ഇവർ. പത്താമത്തേതാണ് മുൻകോപി അപ്പൂപ്പൻ. ഇവർ ചെറിയ കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും. അത് പക്ഷേ വേഗം മാറുകയും ചെയ്യും. ഇതിൽ പറഞ്ഞ 10 തരം സ്വഭാവങ്ങൾ പലർക്കും ഒന്നിൽ കൂടുതൽ കാണാം. ഇനി പുറത്തു പറയാനാകാത്ത ചില ഞരമ്പ് അപ്പൂപ്പന്മാരുണ്ട്. അവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ അപ്പൂപ്പന് ഇതിൽ ഏത് സ്വഭാവമാണ് ഉള്ളതെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.